തമിഴ്നാടിന്റെ തനിമയും വീര്യവും വിളിച്ചോതുന്ന ജല്ലിക്കെട്ട് മത്സരങ്ങളിൽ മികവ് തെളിയിക്കുന്ന യുവാക്കൾക്ക് വലിയൊരു സന്തോഷ വാർത്തയുമായാണ് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ രംഗത്തെത്തിയിരിക്കുന്നത്. ലോക പ്രശസ്തമായ മധുര അലങ്കാനല്ലൂർ ജല്ലിക്കെട്ട് ഉദ്ഘാടനം ചെയ്യവേ തമിഴ് സംസ്കാരത്തിന്റെ നെടുംതൂണായ ജല്ലിക്കെട്ടിൽ വിജയിക്കുന്നവർക്ക് സർക്കാർ ജോലി നൽകുമെന്ന സുപ്രധാന പ്രഖ്യാപനം അദ്ദേഹം നടത്തി. മൃഗസംരക്ഷണ വകുപ്പിലാകും ഈ യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കുക. കായികക്ഷമതയും ധൈര്യവും ഒരേപോലെ ആവശ്യമുള്ള ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ അധ്വാനത്തെയും സമർപ്പണത്തെയും അംഗീകരിക്കുക എന്നതാണ് ദ്രാവിഡ മോഡൽ സർക്കാരിന്റെ ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. പാരമ്പര്യത്തെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ജനതയുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് കേവലം ഒരു മത്സരം എന്നതിലുപരി തമിഴ്നാട് പൈതൃകത്തിന്റെ ഭാഗമായി ജല്ലിക്കെട്ടിനെ നിലനിർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് സ്റ്റാലിൻ ആവർത്തിച്ചു. ജല്ലിക്കെട്ടിലെ വീരനായകർക്ക് ജോലി നൽകുന്നതിനോടൊപ്പം തന്നെ നാടൻ കാളകളുടെ സംരക്ഷണത്തിലും വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നത്. അതിലെ ഭാഗമായി അലങ്കാനല്ലൂരിൽ ജല്ലിക്കെട്ട് കാളകൾക്കായി പ്രത്യേക അത്യാധുനിക ചികിത്സാ കേന്ദ്രവും പരിശീലന സൗകര്യവും ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. 2 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി പ്രാഥമികമായി അനുവദിച്ചിരിക്കുന്നത്. നാടനിനം കാളകൾക്ക് ഗുണനിലവാരമുള്ള ചികിത്സയും ശാസ്ത്രീയമായ പരിചരണവും ഉറപ്പാക്കുന്നതിലൂടെ അവയുടെ വംശശുദ്ധി നിലനിർത്താനും മത്സരങ്ങൾക്ക് അവയെ സജ്ജമാക്കാനും ഈ കേന്ദ്രം സഹായിക്കും. കാളകളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നതിലൂടെ ജല്ലിക്കെട്ടിനെതിരെയുള്ള വിമർശനങ്ങളെ ക്രിയാത്മകമായി പ്രതിരോധിക്കാനും ശാസ്ത്രീയമായ രീതിയിൽ ഈ കായിക വിനോദത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. അലങ്കാനല്ലൂരിലെ ആവേശഭരിതമായ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി നടത്തിയ പ്രസംഗത്തിൽ തമിഴകത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് വൈകാരികമായാണ് സ്റ്റാലിൻ സംസാരിച്ചത്. അലങ്കാനല്ലൂരിലെ മത്സരം കാണുന്നത് ഓരോ തമിഴനെയും സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിലവിലെ സർക്കാർ അറിവിനും പാരമ്പര്യത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്നുണ്ട്. മധുരയിൽ സ്ഥാപിച്ച കളയിഞ്ചർ സെന്റിനറി ലൈബ്രറിയും അലങ്കാനല്ലൂരിൽ ഉയർന്നു നിൽക്കുന്ന കളയിഞ്ചർ സെന്റിനറി ജല്ലിക്കെട്ട് അരീനയും ആധുനികതയുടെയും പാരമ്പര്യത്തിന്റെയും സംഗമ വേദിയായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു വശത്ത് അറിവിന്റെ വലിയ ലോകം തുറന്നു കൊടുക്കുമ്പോൾ മറുവശത്ത് പൂർവികരുടെ വീരഗാഥകൾ ഉറങ്ങുന്ന മണ്ണിലെ ആചാരങ്ങളെ സംരക്ഷിക്കാനും സർക്കാർ തയ്യാറാകുന്നു എന്നതിന്റെ അടയാളങ്ങളാണിവ. പൊങ്കൽ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത ജനങ്ങൾക്ക് പുതുവത്സര ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള പ്രഖ്യാപനങ്ങൾ ഇത്തരം വേദികളിൽ നടത്തുന്നത് വലിയ സന്തോഷം നൽകുമെന്ന് വ്യക്തമാക്കി. ജല്ലിക്കെട്ടിൽ വിജയിക്കുന്നവർക്ക് സർക്കാർ സർവീസിലേക്ക് പ്രവേശനം ലഭിക്കുന്നതോടെ ഗ്രാമീണ മേഖലയിലെ യുവാക്കൾക്ക് ഇതൊരു വലിയ പ്രോത്സാഹനമാകും. കായിക മേഖലയിൽ നൽകുന്ന അതേ പ്രാധാന്യം തന്നെ ജല്ലിക്കെട്ട് പോലുള്ള നാടൻ കായിക വിനോദങ്ങൾക്കും നൽകുന്നതിലൂടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയും കർഷകരെയും കരുത്തുറ്റരാക്കാൻ സഹായിക്കും. കാളകളെ വളർത്തുന്ന കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക പിന്തുണ നൽകുന്ന പദ്ധതികളും പരിഗണനയിൽ ഉണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. തമിഴ്നാടിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മുൻകാലങ്ങളിൽ ജല്ലിക്കെട്ടിനെതിരെ ഉയർന്നു വന്ന നിയമപരമായ പ്രതിസന്ധികളെ മറികടന്ന് ജനകീയമായ ചെറുത്തുനിൽപ്പിലൂടെയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അത്തരമൊരു സാഹചര്യത്തിൽ ജല്ലിക്കെട്ടിനെ സ്നേഹിക്കുന്ന യുവാക്കൾക്ക് സുരക്ഷിതമായ ഒരു ഭാവി ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ കടമ. മൃഗസംരക്ഷണ വകുപ്പിലെ പുതിയ നിയമനങ്ങൾ ഈ രംഗത്ത് കൂടുതൽ വൈവിധ്യം കൊണ്ടുവരാനും സഹായിക്കും. കാളകളെ കൈകാര്യം ചെയ്യുന്നതിൽ പരിചയസമ്പന്നരായ യുവാക്കൾ വകുപ്പിന്റെ ഭാഗമാകുന്നത് നാടൻ മൃഗങ്ങളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പുതിയ ഉണർവ് നൽകും. തമിഴ് പൈതൃകം കാത്തുസൂക്ഷിക്കുന്നതിനോടൊപ്പം ജനജീവിതം മെച്ചപ്പെടുത്താനുള്ള ദ്രാവിഡ മോഡൽ ഭരണത്തിന്റെ മറ്റൊരു നാഴികക്കല്ലായാണ് ഈ പ്രഖ്യാപനങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. വരും വർഷങ്ങളിൽ അലങ്കാനല്ലൂർ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി വളരുന്നതിനോടൊപ്പം ജല്ലിക്കെട്ട് ലോകോത്തരമായ ഒരു കായിക ഇവന്റായി മാറുമെന്ന ആത്മവിശ്വാസവും സ്റ്റാലിൻ പ്രകടിപ്പിച്ചു.